തമിഴകത്ത് ഇനി ദളപതി യുഗം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ചടങ്ങ് വിജയ് ആരാധകർ ആഘോഷമാക്കി. തമിഴ്നാടിന്റെ ചുമതലയുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும். തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഇനി തമിഴ്നാടിന്റെ തലൈവർ. ട്വിസ്റ്റുകൾക്കും സസ്പെൻസുകൾക്കും ഒടുവിൽ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ആണ്ടവൻ മീത് ആണയിട്ട് ഉറുതിമൊഴിகிறேன். നിറഞ്ഞു കവിഞ്ഞ ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഓരോ വാചകത്തിനും കയ്യടി. ഒപ്പില്ലാத മുഴു മുതൽ ആட்சியையும் ഒരുമയെയും നിലനിർത്തുവേൻ என்றுം തമിഴ്നാട്ട് அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும். വിജയ്ക്ക് ശേഷം 9 പേർ മന്ത്രിസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിന് ശേഷം സെക്രട്ടേറിയറ്റായ സെന്റ് ജോർജ് കോട്ടയിലേക്ക്. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് ഓഫീസിലെത്തി വിജയ് ചുമതലയേറ്റു. പ്രധാനപ്പെട്ട 3 ഫയലുകളിൽ വിജയ് ഒപ്പിട്ടു. സർക്കാരിന്റെ ഭാഗമെങ്കിലും കോൺഗ്രസ് പ്രതിനിധികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തു. പിതാവ് എസ് എ ചന്ദ്രശേഖറും മാതാവ് ശോഭാ ചന്ദ്രശേഖറും ചടങ്ങിനെത്തി. തൃഷയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. സർക്കാരിന് പിന്തുണ നൽകിയ CPIM, CPI, മുസ്ലിം ലീഗ്, BCK പ്രതിനിധികളും ചടങ്ങിനെത്തി. എന്നാൽ DMKയും AIADMKയും വിട്ടുനിന്നു. 59 വർഷങ്ങൾക്ക് ശേഷമാണ് ദ്രാവിഡ കക്ഷിയുടെ നേതൃത്വത്തിലല്ലാതെ ഒരു സർക്കാർ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുന്നത്. തമിഴ് തിരപ്പടത്തിൻ ദളപതി ഇനിമേ തമിഴ്നാട്ടിൻ മുതലമച്ചർ. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.